വ്യാജ കേസുകൾ ചമച്ച് മനുഷ്യരുടെ ജീവിതം തകർക്കാനും മലപ്പുറത്തെ പോലീസിന് യാതൊരു മടിയുമില്ല. സുഗന്ധദ്രവ്യം MDMA ആണെന്ന് ആരോപിച്ച് മേലാറ്റൂർ പോലീസ് 4 യുവാക്കളെയാണ് ക്രൂരമായി പീഡിപ്പിച്ച് ജയിലിലാക്കിയത്. രാസപരിശോധനാ റിപ്പോർട്ട് ലഭിച്ച ശേഷമാണ് ഇവർക്ക് ജയിൽ മോചനം സാധ്യമായത്. സാജിദ് അജ്മൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മലപ്പുറം ജില്ലയിൽ നിരവധി പേർക്കെതിരെ പോലീസ് കള്ളക്കേസ് എടുക്കുന്നു എന്ന പരാതി നേരത്തെ തന്നെ നിലനിൽക്കുന്നതാണ്. അത്തരം അനുഭവം നേരിട്ട 3 യുവാക്കളാണ് എന്നോടൊപ്പം ഉള്ളത്. ഇവരിൽ ഒരാൾ കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രവാസിയാണ്. ഇവരിൽ നിന്നും MDMA പിടിച്ചു എന്നുള്ളതായിരുന്നു കേസ്. മേലാറ്റൂർ പോലീസാണ് കേസെടുത്തത്. പിന്നീട് ഇത് MDMA അല്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ലാബ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ഇവരെ ഈ ജയിലിൽ നിന്ന് മോചിപ്പിക്കുകയായിരുന്നു. എന്താ സംഭവിച്ചത്? മണിയാഞ്ചേരി പാലം എന്ന് പറഞ്ഞിട്ടൊരു പാലമുണ്ട്. അവിടെ വെച്ചിട്ടാണ് വൈകുന്നേരത്തൊരു 5:30 എനിക്കൊരു മേലാറ്റൂർ അവിടെ ബൈപ്പാസിൽ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ആവശ്യത്തിനും വേണ്ടിയിട്ട് ഇവരും കൂട്ടി ഒരാൾ കൂടെ ഉണ്ട് പുറത്താണ്. അവരും കൂട്ടിയിട്ട് ഞാൻ അവിടെ പോകുന്ന സമയത്താണ് വണ്ടി ഓടിച്ച ആൾ വണ്ടി നിർത്തിയിട്ട് മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ടൊന്ന് പുറത്തു പോയതാണ്. തിരിച്ചു വരുന്ന സമയത്താണ് ഇവർ ഈ പറഞ്ഞ SI സനിത്ത് പിന്നെ 1-2 പോലീസുകാർ കൂടെ അങ്ങനെ വന്നിട്ട് വണ്ടി പിന്നെ വിലങ്ങിടുന്നതും നമ്മളെ പിടിച്ചറക്കുന്നതും പിന്നെ വണ്ടി ആകെ അവർ പിന്നെ ചെക്ക് ചെയ്യുന്നു. ആ ചെക്ക് ചെയ്യുന്ന സമയത്താണ് നമ്മളെ വണ്ടിയിൽ ഒരു എയർ ഫ്രഷ്നറായിട്ട് ഉപയോഗിക്കുന്ന ഒരു മരത്തിൻ്റെ ഒരു സംഭവം, ആ സംഭവം വണ്ടിയിലുണ്ട്. പുറത്തുനിന്ന് വന്നതാണ്. ആ സംഭവം വണ്ടിയിലുണ്ട്. അപ്പോൾ അത് അവരെടുത്തിട്ട് അവരുണ്ട് ഉറപ്പിക്കുകയാണ് അത് MDMA തന്നെയാണ്. നിങ്ങളെന്ത് MDMA വിൽക്കാൻ വന്നതാണോ? നമ്മളെ കൊണ്ടാവും വിധം നമ്മൾ ശ്രമിക്കണു. പക്ഷേ അവരത് MDMA എന്ന് ഉറപ്പിച്ചിട്ട് നമ്മളങ്ങനെ അവിടുന്ന് ജീപ്പിൽ കയറ്റി അറസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ കൊണ്ടുപോവാണ് സ്റ്റേഷനിൽ. അത് കഴിഞ്ഞിട്ട് SI സനിത്ത്, അന്നത്തെ SI സനിത്താണ്, അയാൾ ഞങ്ങളോട് പറഞ്ഞു ഈ സാധനം ഞാൻ പരിശോധിക്കാൻ കൊണ്ടുപോകണം മലപ്പുറത്ത്, ഇത് പോയിട്ട് ഞാൻ തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് അയാൾ പോയി. ഏകദേശം 2.5 മണിക്കൂർ 3 മണിക്കൂറിനുള്ളിൽ അയാൾ തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് ഇയാൾ വരുന്നതന്നെ പിന്നെ ലാത്തിയൊക്കെ എടുത്തിട്ട് ഒരു ആക്രമിക്കാനുള്ള സ്റ്റേജിലാണ് മുമ്പ് വരുന്നത് തന്നെ. അത് വന്നിട്ട് ഇയാൾ ഭയങ്കര അടിയായി, 4 പേരും ഭയങ്കര അടി പ്രശ്നങ്ങൾ കാര്യങ്ങൾ. അതിൽ കൂടല്ല ഇപ്പോൾ ഇല്ലാത്ത ആളാണ്. ആ കൂടല്ല ആളെ പിന്നെ കാന്താരി മുളകുണ്ടല്ലോ, കാന്താരി മുളക് പുറത്തുനിന്ന് പറിച്ച് കൊണ്ടുവന്ന് ചുമരിലിട്ട് അത് പേസ്റ്റാക്കി നമുക്ക് പറയാൻ പാടില്ലാത്ത ആ സ്ഥലത്ത് പിന്നെ അയാളത് തേച്ച് അതിൻ്റെ പുറമെ അറ്റ് ദ സെയിം മൂവ്മെൻറ്റ് കണ്ണിൽ വരെ അയാൾ ആ സെയിം ടൈമിൽ അയാൾ തേച്ചിട്ടുണ്ട്. 88 ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് റിസൾട്ട് വരുന്നതും ഹൈക്കോടതി നമുക്ക് ജാമ്യം തരുന്നതും. അത് നാർക്കോട്ടിക് വിഭാഗത്തിൽപ്പെട്ട ഒരു സംഭവമല്ല, ഇതിങ്ങനെ ഒരു മരത്തിൻ്റെ ഒരു കറയാണെന്നുള്ള ആ റിസൾട്ടിലുണ്ട്. ഇയാൾക്ക് ഈ 1/2 മണിക്കൂർ കൊണ്ട് മലപ്പുറത്തെ ഏത് ലാബിൽ നിന്നാണ് ഇയാൾക്ക് റിസൾട്ട് കിട്ടിയത്? അതൊരു ചോദ്യമാണ്. ഇപ്പൊ ഈ സ്റ്റേഷനിൽ നിന്ന് നിങ്ങൾക്ക് മർദ്ദനമേറ്റു, ജയിലിൽ നിന്നും അതേപോലെ അനുഭവമായിരുന്നു. എന്തായിരുന്നു മൊത്തത്തിൽ? ഫുൾ ഉപദ്രവം. രാത്രി 7 മണി മുതൽ രാവിലെ 4 മണി വരെ ഫുൾ ഉപദ്രവമായിരുന്നു. അങ്ങനെ ചെയ്യാൻ ബാക്കിയില്ല. വാതിനുള്ളിൽ കൈ കുടുക്കി വാതിലടിച്ചു. പിന്നെ ശരീരം മൊത്തം മുളക്, ചെറിയ മുളക് ശരീരം മൊത്തത്തിൽ തേച്ചു. അങ്ങനെ ഒരുപാട് ഉപദ്രവം. പിന്നെ എനിക്ക് തോന്നുന്നത് അവർക്ക് അന്നൊരു ടാർഗറ്റ് ഉണ്ട്. കാരണം അവിടുന്ന് ഒരു പോലീസുകാരൻ്റെ ഒരു സംസാരത്തിൽ നമുക്ക് മനസ്സിലായതാണ്. കാരണം ആ ഒരു സമയത്ത് മേലാറ്റൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു MDMA കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളൊരു സംഭവമാണ്. നല്ല പ്രഷറുള്ളൊരു ടൈമാണ്. നിരവധി പ്രതി ചേർക്കപ്പെട്ട യുവാക്കളുടെ ഒരു പ്രതിനിധികൾ മാത്രമാണിത്. ഇതുപോലെയുള്ള വ്യാജ കേസുകളിൽ ഉൾപ്പെട്ട നിരവധി പേർ മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 മലപ്പുറം. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാനായി സാജിദ് അജ്മൽ തന്നെ തത്സമയം ചേരുന്നുണ്ട്. സാജിദ്, വളരെ ക്രൂരമായ ചെയ്തികൾ ഡാൻസ് ഓഫ് സംഘത്തിന്റെ, പ്രത്യേകിച്ച് മലപ്പുറത്തെ ഡാൻസ് ഓഫ് സംഘത്തിന്റെ ക്രൂരമായ ചെയ്തികളുടെ പല വാർത്തകൾ പുറത്തുവിട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ കേട്ട യുവാക്കളുടെ വാർത്തയും വളരെയധികം ഞെട്ടിപ്പിക്കുന്നു. 88 ദിവസമാണ് യാതൊരു കുറ്റവും ചെയ്യാതെ അവർ ജയിലിൽ കഴിഞ്ഞത്. മാത്രമല്ല ക്രൂരമായ മർദ്ദനങ്ങൾക്കും വിധേയമായി എന്ന് പറയുന്നു. പിന്നീട് ഹൈക്കോടതി ഇവരെ കുറ്റവിമുക്തരാക്കിയതിന് പിന്നാലെ മറ്റേതെങ്കിലും തരത്തിലുള്ള നിയമ നടപടി ഇവർ പോലീസിനെതിരെ സ്വീകരിച്ചിരുന്നു? ജിൽസി, മലപ്പുറം ജില്ലയിൽ വിവിധ വ്യാജ കേസുകളിൽ, കള്ളക്കേസുകളിൽ കുടുങ്ങിയ ചില യുവാക്കൾ മാത്രമാണ് ഇപ്പോൾ നമുക്ക് മുന്നിൽ സംസാരിച്ചത്. ഇവരുടെ കേസിൽ ഡാൻസ് ഓഫ് അല്ല, മേലാറ്റൂർ പോലീസ് ആയിരുന്നു. അന്ന് സുജിത് ദാസ് കൃത്യം ഈ
വ്യാജ കേസുകളുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു പ്രധാന പ്രശ്നമായി പറയുന്നത് അന്ന് ഈ മയക്കുമരുന്ന് കേസുകളുമായി ബന്ധപ്പെട്ട് ഒരു ടാർഗറ്റ് നൽകിയിരുന്നു. അന്ന് മേലാറ്റൂർ പോലീസ് MDMA പിടിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. ഈ സമയത്താണ് ഈ 4 യുവാക്കളെ പോലീസ് പിടികൂടുന്നത്. ഇവർ ഈ ദുബായിൽ നിന്ന് കൊണ്ടുവന്ന ഒരു സുഗന്ധദ്രവ്യം, അതായത് ഈ മരത്തിന്റെ ഒരു കറയായിരുന്നു ഇവരുടെ കൈവശമുണ്ടായിരുന്നത്. ഇത് MDMA ആണ് എന്ന് പറഞ്ഞ് പിടികൂടുകയും ലോക്കപ്പിൽ വെച്ച് അതിക്രൂരമായ മർദ്ദനമാണ് ഇവർക്ക് ഏൽക്കേണ്ടി വന്നത്. ജനനേന്ദ്രിയത്തിൽ വരെ മുളക് തേച്ചു, കണ്ണിലും മുളക് തേച്ചു. അങ്ങനെ അതിക്രൂരമായ പീഡനം അനുഭവിക്കേണ്ടി വന്നു എന്നിവർ പറയുന്നു. എന്നാൽ ജയിലിൽ നിന്ന് കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. അങ്ങനെ 88 ദിവസമാണ് ഇവർ ഈ ജയിലിൽ കിടക്കേണ്ടി വന്നത്. പിന്നീട് തിരുവനന്തപുരത്തെയും കോഴിക്കോട്ടെയും റീജിയണൽ കെമിക്കൽ ലാബിലെ പരിശോധനയിൽ ഇത് മയക്കുമരുന്നല്ല, MDMA അല്ല എന്ന് കണ്ടെത്തുകയും ഇവരെ കോടതി വിടുകയുമാണ് ചെയ്തത്. ഈ സംഭവത്തിൽ ഇവർ ഇതുവരെ ഈ പോലീസിനെതിരെ മനുഷ്യാവകാശ കമ്മീഷനിലോ മറ്റൊന്നും പോയിട്ടില്ല. ഇവർ ഇനിയും ഇതിന് പിന്നാലെ പോകണമോ എന്നൊരു ചോദ്യമാണ് ഉന്നയിക്കുന്നത്. എന്തായാലും ഈ പുതിയ പശ്ചാത്തലത്തിൽ അത്തരം ഈ പോലീസിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ തന്നെയാണ് ഇവർ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇവരുടെ മാത്രം സംഭവമല്ല. ഇങ്ങനെ ഈ വ്യാജ കേസുകൾ പെടുകയും പിന്നീട് കുടുംബം തകർന്ന ആളുകളുണ്ട്, ജോലി നഷ്ടപ്പെട്ട ആളുകൾ, ഇത്തരം വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. ഇതിന് ഡാൻസ് ഓഫും വിവിധ തരത്തിലുള്ള പോലീസും ഇതിന്റെ ഭാഗമാവുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ കാര്യം. ജിൽസി. ശരി സാജിദ്, എന്തായാലും ആ യുവാക്കളുടെ വാക്കുകളിൽ നിന്ന് അവർ അനുഭവിച്ച ഒരു വേദനകളൊക്കെ മനസ്സിലാകുന്നുണ്ട്. 88 ദിവസമാണ് ഒരു കുറ്റവും കഴിയാതെ അവർക്ക് ജയിലിൽ കഴിയേണ്ടി വന്നിരിക്കുന്നത്. പക്ഷെ അന്ന് ജീവൻ തിരിച്ചു കിട്ടിയതിന്റെ ആശ്വാസത്തിൽ മറ്റ് നിയമ നടപടികളിലേക്കൊന്നും പോയിട്ടില്ലെങ്കിൽ ഇന്ന് ഇപ്പോൾ ഇത്തരം വാർത്തകളൊക്കെ പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിൽ ഇനി അത്തരം കേസുകളുമായി കൂടുതൽ ആളുകൾ മുന്നോട്ട് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.